ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മുടെ നേപ്പാൾ യാത്രയുടെ 2ാം ദിവസം. അപ്പൊ നമ്മ ആഗ്രയായിട്ടാണ് പൊക്കോണ്ടിരിക്കണേ. എന്താണോ ആഗ്ര ടു ഡൽഹിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഉച്ചക്ക് കഴിയും ഇവിടുന്നെത്താൻ. അപ്പൊ തന്നെ ട്രെയിനിന്റെ അവസ്ഥകളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ആൾക്കാർ തെങ്ങി നിറഞ്ഞാൽ കേൾക്കണേ. ബാത്റൂമൊക്കെ ആണെങ്കിൽ ഷോപ്പാണ്. നമുക്ക് ബാത്റൂമിലൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മൊത്തം ടയേർഡാണ്. അപ്പൊ ഇനി ഫ്രഷ് ആയിട്ടൊക്കെ വേണം നമുക്ക് ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഒരു ബുദ്ധിമുട്ടിലാണ്, മൊത്തം ടയേർഡാണ്. ഇനിയിപ്പോ ഫ്രഷ് ആവാനുള്ള പരിപാടിയൊക്കെ പോകും. ബാക്കി നമ്മ ഡൽഹിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചാലും രണ്ടുപേരൊക്കെ നാട്ടിൽ അഡ്ജസ്റ്റ് ചെയ്താണ് കിടക്കുന്നത്. ഇവരൊന്നും ഉറങ്ങിയിട്ടില്ല. ത്തിന്റെ മൗണ്ട് ആനഡിജി സീന എന്നുള്ള പരിപാടിയാണ് ഇപ്പൊ കാണുന്നത്. ഞാനൊക്കെ ചേട്ടനൊന്നും തെറ്റില്ല. പുള്ളികളാണ് നമ്മുടെ വീട്ടിലാണ് പുള്ളി ഇരിക്കുന്നത്. ഹായ്, അപ്പൊ ഇപ്പൊ സമയം ഒരു 10 മണി കഴിഞ്ഞ്. അപ്പൊ എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. ചപ്പാത്തിയാണ് കഴിക്കാൻ. ഇന്നലെ ചപ്പാത്തി തന്നെയായിരുന്നു. അതിന്റെ ബാലൻസ് കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ അത് കഴിച്ച് കഴിഞ്ഞാൽ വയറൊക്കെ ഇറക്കാനുള്ള പ്ലാനാണ്. അപ്പൊ ഒരു 2-2:30 കൂടി നമ്മ ആഗ്രയിലെത്തും എന്നാണ് മറ്റേ ഇതിൽ കാണിക്കണത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് ബാക്കി നമുക്ക് ഡൽഹിയിലുള്ള എല്ലാ കാഴ്ചകളും കാണാം. ഇപ്പൊ ഞങ്ങ വെള്ളം തീർന്നിട്ട് വെള്ളം എടുക്കാൻ പോണേട്ടാ. ഏതാ സ്ഥലം എടുക്കുവേ? ആഗ്രയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ. അപ്പൊ നമ്മ ആഗ്രയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ട്രെയിനിൽ നിന്ന് ഇറങ്ങണേണ്. ട്രെയിനിൽ നിന്ന് അപ്പൊ ഇറങ്ങണേണ്. ഇപ്പൊ നമ്മ ആഗ്ര സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മ പതുക്കെ മൂവ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഫ്രഷായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലുണ്ട്. അടുത്തതിന് നമ്മ ഫ്രഷ് ആവാനുള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കണതാണ്. അപ്പോൾ നമുക്ക് അങ്ങ് മൂവ് ചെയ്യാം. ബൈ. അപ്പൊ ഗൈസ്, എല്ലാരും കൂടി ചെറിയൊരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇനി റൂമിട്ട് പോകാനുള്ള പരിപാടിയാണ്. നമുക്ക് റൂമിലെ കാഴ്ചകളൊക്കെ കാണാം. ഓട്ടോയിൽ പോണേട്ടാ. അതേ കട്ടിയായിട്ടാണ് കൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടോന്റെ ഉള്ളിലുണ്ട്, ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട്. ഇങ്ങനെ കാണുന്നത്. പ്രണവ് ഭായിയാണ് ഓടിക്കണത്. ഇപ്പൊ മാരമ്മ ബായി ഹോൾഡിൽ ഇവിടെ വണ്ടി ഉണ്ടായി. ബായ് നമ്മളെ റൂം കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ റേറ്റ് അവര് നമ്മ 5 പേർക്കും കൂടി 700 സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയിട്ട് വരാം. ഞങ്ങൾ റൂം നോക്കിയിട്ട് വരാട്ടെ. അപ്പോൾ റൂം എടുക്കാനുള്ള പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ
4 പേരുടെ ID കൊടുക്കണം, എന്നാലാണ് നമുക്കിവിടെ റൂം സെറ്റ് ആവുള്ളൂ. ഈവനിങ് 8:30 വരെയാണ് സമയം. ഒരു 700 ആണ് റൂമിന് റേറ്റ് പറഞ്ഞേക്കണത്. അപ്പോൾ ഡൽഹിയിൽ റൂം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ലഗേജൊക്കെ വെച്ച് ഫ്രഷ് ആയിട്ട് നേരെ ഫുഡ് കഴിച്ച് താജിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പാട്ടെടുത്തേക്കണേ 700 രൂപക്ക് ഈ റൂമാണ് കിട്ടിയേക്കണത്.